റോഡ് പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട കൊറ്റനാട് പഞ്ചായത്തിലെ വെള്ളയിൽ നിവാസികൾ പ്രക്ഷോഭത്തിൽ. കുമ്പളന്താനം വെള്ളയിൽ റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 22 ദിവസം പിന്നിട്ടു. സ്ഥലം MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലെ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണ് നാട്ടുകാരെ തെരുവിലിറക്കാൻ പ്രേരിപ്പിച്ചത്. വർഷങ്ങളായിട്ട് തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് കുമ്പളത്താനം വെള്ളയിൽ റോഡ്. ഈ വഴിയുള്ള യാത്ര ഇന്ന് നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമാണ്. സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എത്താൻ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. കുമ്പളത്താനം വെള്ളയിൽ റോഡ് 35 ലക്ഷം രൂപ അനുവദിച്ച ഒരു റോഡ്. അനുവദിച്ചു എന്ന് പറയുന്നത് 2025 ജൂൺ മാസം 23 കരാർ എഴുതിയ ഒരു പ്രൊജക്റ്റാണിത്. എന്ന് പറഞ്ഞാൽ കാലം ഇത്രയുമായിട്ടും ഇത് നടക്കുന്നില്ല. അവസാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശ്രീ MLA ഉദ്യോഗസ്ഥരും മറ്റ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയും ഏപ്രിൽ മാസം 4 ഈ 2.25 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ്, അതിൻ്റെ 90 മീറ്റർ കോൺക്രീറ്റാണ് വരുന്നത്. ബാക്കി 2.25 കിലോമീറ്റർ നീളമുള്ള റോഡ് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന അന്നേ ദിവസം അദ്ദേഹം ഈ ജംഗ്ഷനിൽ വന്നു നിന്ന് ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തി മടങ്ങുകയുണ്ടായി. റോഡ് പുനരുദ്ധാരണത്തിനായി 35 ലക്ഷം രൂപയുടെ CMRL ഫണ്ട് അനുവദിച്ചിട്ട് കാലമേറെയായി. എന്നാൽ നിർമ്മാണം മാത്രം എങ്ങും എത്തിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൊറ്റനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായി മാറേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളയിൽ എന്ന് പറയുന്ന പ്രദേശം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഹോമിയോ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്താണ്. അതുപോലെ തന്നെ സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, അതുപോലെ പൊതു ശ്മശാനത്തിലേക്കുള്ള വഴികൾ, അങ്ങനെ ഒരുപാട് പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു റോഡാണിത്. ആ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇത്രയും മോശമായിട്ട് അധപതിച്ച് കിടക്കുന്ന ഒരു റോഡ് ഇതുപോലെ ഈ ജില്ലയിൽ വേറെ റോഡ് ഉണ്ടാവില്ല. കഴിഞ്ഞ മാർച്ച് 13 റാന്നി MLAയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റോഡ് പൂർണ്ണമായി അടച്ചിട്ട് പണി തീർക്കുമെന്നും ഏപ്രിൽ 4 ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അധികൃതർ നൽകിയ ആ ഉറപ്പും പാഴായി. ഏപ്രിൽ പകുതി പിന്നിട്ടിട്ടും കരാറുകാരന് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. സമരം 22 ദിവസം കടന്നിരിക്കുകയാണ്. ദിവസവും 2 മണിക്കൂർ വീതമാണ് നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ഏക ആവശ്യം. കാരണം ഒരു ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല, ഒരു സ്കൂട്ടറിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വലിയ കുണ്ടും കുഴിയുമാണ് അവിടെ എല്ലാം. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, നമുക്കും ജനങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ റോഡ് ശരിയാക്കണം. ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി കിട്ടിയേ മതിയാവും. നിരവധി ബസ് സർവീസുകളുള്ള ഈ റോഡിലൂടെ ഇപ്പോൾ കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. നിരവധി അപകടങ്ങൾ കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. ഓരോ സ്കൂട്ടറുകാർ വന്ന് ചള്ളയായി മറ്റേതായി എല്ലാം കൂടെ വീഴുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.